ഞങ്ങളിപ്പോൾ അങ്ങേറ്റം ദുഃഖകരമായ സംഭവമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 7 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 9 ശരീരഭാഗങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ 7 ശരീരഭാഗങ്ങളായിരുന്നു, ഇപ്പോൾ 9 ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അത് 9 പേരുടേതാണോ അതോ ഒരാളുടെ തന്നെ പല ഭാഗങ്ങളാണോ എന്നുള്ളതെല്ലാം DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. 5 പേരാണ് നേരത്തെ അറിയാവുന്നതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ICU യൂണിറ്റിനകത്തുള്ളത്. മറ്റുള്ളവരും ചികിത്സയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമുള്ള സ്ത്രീയെ, തൊഴിലാളിയായ സ്ത്രീയെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്നത് 4 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി, ബാക്കി 3 പേരാണ്. അതിൽ ഇവരാണ് ഇപ്പോൾ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ബേൺസ് യൂണിറ്റ് പൂർണ്ണമായി സജ്ജമാണ്. ഈ വിവരം അറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. മറ്റു കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഏകോപിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയും ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ്. എല്ലാ തരത്തിലും ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു രൂപത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആരോഗ്യമന്ത്രി കൂടി വന്നതിന് ശേഷം ഒരു യോഗം ചേരാൻ പോകുന്നുണ്ട്. പക്ഷെ പ്രാഥമികമായി ചർച്ച നടത്തിയപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് നല്ല സജ്ജമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.